നമസ്കാരം. മത്തൻ പൂവ് കൊണ്ട് തോരൻ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. സാധാരണ മത്തനൊക്കെ കായാകുന്നതിന് മുന്നേ കുറേ അധികം പൂക്കൾ ഉണ്ടാകാറുണ്ട്. അത് മാൺപൂക്കൾ. ഇവയെല്ലാം വെറുതെ പൊഴിഞ്ഞ് നശിച്ചു പോവുകയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെയുള്ള പൂക്കൾ നമുക്ക് കളക്ട് ചെയ്ത് ഇതുപോലെ തോരൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വളരെ ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമാണ്. പക്ഷേ പെൺപൂക്കൾ വിരിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ഇതുപോലെ പറിച്ചെടുക്കാൻ പാടില്ല. പരാഗണത്തിനൊക്കെ ആയിട്ട് ആവശ്യം വരും. ചെറിയ രീതിയിലൊക്കെ കൃഷിയുള്ളവർക്ക് ഇതുപോലെ 1-2 മത്തനൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഇതുപോലെ തോരനൊക്കെ വയ്ക്കാൻ നമുക്ക് ധാരാളം മതിയാവും. പൂക്കളിങ്ങനെ കളക്ട് ചെയ്തതിന് ശേഷം കഴുകിയെടുത്ത് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ചെറുതായി ഇതുപോലെ മുറിച്ചെടുക്കാം. തോരൻ ഉണ്ടാക്കുന്നതും പല സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിരിക്കും. ഞാനൊരു രീതിയാണ് കാണിക്കുന്നത്. ഞങ്ങൾ സാധാരണ വെക്കുന്ന രീതി സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഇതിനായിട്ട് വലിയ ഉള്ളിയും മുളകും തേങ്ങയുമാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ അരച്ചിട്ടില്ല. പാന് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് നല്ലത്, കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഇതുപോലെ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നീട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും എല്ലാം ഇതുപോലെ ഒന്ന് വഴട്ടിയെടുക്കാം. ഒരുപാട് ഫ്രൈ ആകണ്ട, ഒരു മീഡിയം ലെവലായി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തൻ്റെ പൂ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴട്ടിയതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ചധികം തേങ്ങ സാധാരണ എടുക്കാറുണ്ട്. വേണമെങ്കിൽ ഒന്ന് ചതച്ച് ചെറുതായിട്ട് ഒതുക്കിയെടുക്കാം. ഞാനിവിടെ അങ്ങനെ എടുത്തിട്ടില്ല. സാധാരണ പോലെ തന്നെ ചിരവിയ ആ രീതിയിൽ തന്നെ ഇടുകയാണ് ചെയ്തത്. വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്, ചിലപ്പോൾ ഇടാറുമില്ല. ഇത് 2 രീതിയിൽ ഉണ്ടാക്കിയതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഒന്നിൽ മഞ്ഞൾ ചേർത്തിട്ടുണ്ട്, മറ്റതിൽ മഞ്ഞൾ ചേർത്തിട്ടില്ല. രണ്ടും വ്യത്യസ്ത രീതിയിലുള്ള ടേസ്റ്റുകളാണ്. ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അല്പം വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. മൂടി വെച്ചൊന്ന് ചെറുതായിട്ട് വെന്ത് കഴിഞ്ഞ് പിന്നീടാണ് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. നേരത്തെയാണ് സാധാരണ എപ്പോഴും ചേർക്കാറുള്ളത് എല്ലാവരും. പിന്നീട് ഒന്ന് ഇളക്കി ടേസ്റ്റ് ഒന്ന് നോക്കി ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ മത്തൻ പൂ തോരൻ ഇവിടെ റെഡിയായിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് കൂടിയാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.